ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇന്ന് വർഷാവസാനമാണ്, വർഷാവസാനത്തെ ദിവസമാണ്. അപ്പോൾ എല്ലായിടത്തും ഞാൻ മുൻകൂട്ടി തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാണ്. അതെനിക്ക് നമ്മളെ പാണ്ഡയല്ലേ, പാണ്ഡയ്ക്കും കൂടെ ആയിട്ട് പറയണത് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. പാണ്ഡെ, നീ അവളെ നീ ഓർമ്മിക്കുന്ന കണക്ക് എനിക്ക് തോന്നുന്നു അവളെ ഉമ്മായും പാപ്പായും പോലും ഓർമ്മിക്കാറില്ല. പിന്നെ നീ നേരം വിളിക്കുക, എന്തെങ്കിലും രാവിലെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു നുണയും കരുതി കൂട്ടുക, എന്നിട്ട് പറയും അവൾ അങ്ങനെയാണ് ഇവൾ ഇങ്ങനെയാണ്. ഇന്നിപ്പോൾ രാവിലെ ഏതായാലും ഷെഫീനത്തായും പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഷെഫീനത്ത പറഞ്ഞു പോലും അതങ്ങനെ ചെയ്യില്ല, ഇതിങ്ങനെ അങ്ങനെ നീ ചെയ്താലും നമുക്കൊരു ഇതുമില്ലെന്ന് മനസ്സിലായല്ലേ. എല്ലാവരും എൻ്റെ അടുത്തൊരു കാര്യം പെട്ടെന്ന് പറയുമ്പോഴേ, ഞാൻ ഈ പഞ്ചായത്ത് ഏരിയയിൽ ജീവിച്ച് വളർന്ന ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള ഈ ആൾക്കാരാണല്ലോ, കൂലിപ്പണിക്കാർ ഇങ്ങനെയുള്ള ടീമുകളായിട്ടാണ് നമ്മൾ സഹകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചില വേർഡുകളൊക്കെ ചിലപ്പോൾ തെറ്റായിട്ട് വന്നു പോകും. അതിന് ആദ്യമേ ഇങ്ങോട്ട് എല്ലായിടത്തും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നും രാവിലെ ഒരെണ്ണം പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് ഇന്നലെ വന്നിട്ട് പറയുന്ന കേട്ട് ഇതെൻ്റെ സ്വന്തം മോനാണ്, ഇതെൻ്റെ സ്വന്തം മോൻ. ഏത് ആദ്യത്തെ ഭർത്താവിലുള്ളതാണ്. രണ്ട് കല്യാണം കഴിച്ച കാര്യങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞുകൂടാ. ഈ രണ്ട് കല്യാണമല്ല, രണ്ട് പേരുള്ള രണ്ടാമത്തെ ആളാണത്. കല്യാണമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. കല്യാണമായിട്ട് കഴിച്ചിട്ടുള്ള ഏകമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ നമ്മൾ ചോദിച്ചപ്പോഴൊക്കെ പൊക്കി പിടിച്ചോണ്ടെങ്കിൽ വന്നേനെ. അപ്പം ഇതിപ്പോൾ എനിക്ക് ഇവിടെ എന്നിപ്പോൾ ഇതൊരു ശല്യമായിട്ട് വന്നേക്കുക. കാര്യം റിയാക്ഷൻ ചെയ്യണം എന്നും പറഞ്ഞ് ഒരാളെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന എനിക്ക് മടുക്കും. കേൾക്കുന്നൊരു കേസോടെ നിൽക്കട്ടെ, പറയുന്ന എനിക്ക് മടുക്കും. ഇവളാണെങ്കിൽ ഇവളെ വരുന്ന വീഡിയോ മൊത്തം നമ്മളെക്കുറിച്ച് ആയതുകൊണ്ട് പറയാതിരിക്കാനും പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വന്ന് ഏതോ ഇത്ത പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് ഒരു വൈകല്യം എന്തൊക്കെ പറയുന്നത് അല്ലാഹുവാലം, അത് പടച്ചവനും ദൈവത്തിനും അറിയാം. അതിനെക്കുറിച്ചൊന്നും എനിക്കത്ര ഇതില്ല. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിലെ പടങ്ങളായി ഷോർട്ടൊക്കെ ഇങ്ങനെ സിനിമയുടെ ഭാഗങ്ങളൊക്കെ കാണുമെന്നല്ലാതെ എനിക്കൊരു യൂട്യൂബേഴ്സായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്ന് പോയിട്ടില്ല. ഒരാളെ കഥ കേൾക്കാനൊന്നും മെയിനായിട്ട് എനിക്ക് സമയമില്ലായിരുന്നു. അതാണ് മെയിൻ പ്രശ്നം. ഏറ്റവും കൂടുതൽ ഞാൻ ഫോൺ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ വണ്ടിയിൽ പാട്ടിടാനാണ്, പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ. അല്ലാതെയൊക്കെ നീ വന്ന് കിടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എടുത്ത് വീഡിയോകൾ കാണും, അന്നല്ലാതെ. പിന്നെ എനിക്കെന്തോ പേ പിടിച്ചെന്നൊക്കെ ഇവള് പറയുന്നത് കേട്ട്. പേ പിടിച്ചേനെ നിൻ്റെ വല്ല കടിയെല്ലാം കൊണ്ടെങ്കിൽ കേട്ടാ. നിൻ്റെ കടിയെ കൊണ്ട് അവിടെ ഒരാളെ പേ പിടിച്ചൊരാൾ സൈഡിൽ ഇരിക്കുന്നുണ്ടല്ലേ, ആ പാവപ്പെട്ട അയ്യോ ആ നിപ്പ് കണ്ട പെട്ടുപോയതാണ്. അപ്പോൾ ഊരി പോവാനും വയ്യ, വല്ലാത്ത അവസ്ഥയാണ്. ആ നിപ്പ് കണ്ടാൽ മനസ്സിലാവും. ഏത് ആട് പാമ്പേല കുരങ്ങനെ പണ്ട് കളിപ്പിക്കാൻ കൊണ്ടുവരൂലേ, ആ ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇടും, അങ്ങോട്ട് ഇടുന്നു അങ്ങോട്ട് ഇടും. അതാണ് അവസ്ഥ. അതാ അന്നലത്തെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഒരു പൊടി കൊച്ച്, നല്ലൊരു കൊച്ച്, പക്ഷെ അവനോട് യാതൊരു മാച്ചും ഇല്ല. കൊച്ചൊക്കെ ക്യൂട്ടാണ്, അവനോട്ട് യാതൊരു മാച്ചും ഇല്ല. പിന്നെ മൂത്ത മോൻ്റെ കേസ് പറയും, സ്വന്തം മോൻ. അതെന്താണാവോ ഈ സ്വന്തം മോൻ? അറിയാൻ വേണ്ടി ചോദിക്കണം. ഈ സ്വന്തം മോൻ എന്നൊക്കെ പറയുമ്പോൾ ബാക്കി രണ്ടുപേരും 4 വേറെ എവിടെ നിൽക്കില്ലായിരുന്ന, ഇതെൻ്റെ സ്വന്തം മോനാണ്. അതിൻ്റെ കാര്യം എനിക്ക് അറിയാൻ പറ്റുന്നത് വ്യക്തമാക്കണം കേട്ടോ. അതെന്തായാലും നീ നമ്മളെക്കുറിച്ച് വീഡിയോ ഇടും. എനിക്കാണെങ്കിൽ എൻ്റെ നാക്കാണെങ്കിൽ പിഴച്ച നാക്കാം. ഞാൻ വല്ലതും പറഞ്ഞു പോയാൽ നിനക്കൊരു ബാധകമല്ല, പക്ഷേ കേൾക്കുന്ന ആൾക്കാർക്കൊരു വിഷമം. അപ്പം അതുകൊണ്ട് പറയാണ്, കരടിക്കുട്ടി എന്ന് വിളിച്ചാൽ കരടിക്കാണ് നാണക്കേട്. എന്താ വിളിക്കുക, പാണ്ഡേന്ന് വെച്ചാൽ പാണ്ഡ നല്ലൊരു സാധനമല്ലേ. പിന്നെ ഇവക്കൊരു പേര്, ആരെങ്കിലും നല്ലൊരു പേര് സജഷൻ ചെയ്ത് തരണം. കാര്യമായി ഈ രായമ്മയ്ക്ക് നേരം വിളിച്ചാൽ ചായ കുടിക്കാനാ ഇതിനൊന്നും ഒരു സമയമില്ല. നേരം വിളിക്കുക, ഫോൺ എടുക്കുക, നെജ. പിന്നെ എന്തോ പറഞ്ഞെന്ന് നാട് മൊത്തവും എന്തോ ആയെന്ന്. നാട് മൊത്തം ഒന്നും ആയിട്ടില്ല. ഇവള് നാട് മൊത്തം ആയതുകൊണ്ടാണല്ലേ ഇവളിപ്പോൾ നാട് വിട്ടിട്ട് ഇവളെ നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോയി കിടക്കുന്നത്. ഇവ ഈ ആറ്റിങ്ങ നിൽക്കേണ്ടവള്, ആറ്റിങ്ങ കിടക്കേണ്ടവള്, ഇവളെ കയ്യിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ ഇവളിപ്പോൾ വാടകയ്ക്ക് റൂം എടുത്ത് അവിടെ കോളനിക്കകത്ത് അവിടെ പോയി കിടക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന്